കേന്ദ്ര ബജറ്റിനെ തുടർന്ന് സ്വർണ്ണവില ഇന്നലെ ഉച്ചയോടുകൂടി ഒറ്റയടിക്ക് ഒരു പവന് 2000 രൂപയുടെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. എക്സൈസ് തീരുവ കുറച്ചത് കാരണം സ്വർണ്ണവില കുപ്പുകുത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്നാൽ രാജ്യാന്തര വിപണിയിൽ മാറ്റങ്ങളൊന്നും നേരിടുന്നില്ല. നേരിയ മുൻതൂക്കത്തിലാണ് വീണ്ടും വ്യാപാരം തുടരുന്നത്. ഔൺസ് ഡോളറിന്റെ കണക്ക് 2400 കടന്ന് 2415 ഉയർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ സ്വർണ്ണവിലയിൽ നേരിയ മുൻതൂക്കം തന്നെയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ 68,602 ഇടിഞ്ഞെങ്കിലും 68,805 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവിലയിൽ വലിയ തോതിലുള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾക്ക് ഇനിയിപ്പോൾ സാധ്യതയില്ലെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു പവന് 51,960 വ്യാപാരം നടക്കുന്നത്. അതേസമയം 24K തങ്കം വിലയും ഇന്നലെ ബജറ്റിന് ശേഷം കൂപ്പുകുത്തി. ഗ്രാമിന് 200 രൂപയുടെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7,085, തൃശ്ശൂരിൽ 80 എന്ന നിലയിലാണ്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 200 മുതൽ 300 രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം. വെള്ളി വിലയും ഇടിഞ്ഞു. ഗ്രാമിന് 92-ലും 10 ഗ്രാമിന് 920-ലുമാണ് വ്യാപാരം നടക്കുന്നത്. കൃത്യമായ നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.